കപ്പലിൻ്റെ ഏറ്റവും മുകളിലോട്ട് കയറുക. ലക്ഷദ്വീപിലേക്കുള്ള കവരത്തി ഷിപ്പിലാണ് നമ്മളുള്ളത്. ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇതാണ് കപ്പലിൻ്റെ ഏറ്റവും മുകൾ ഭാഗം, അതായത് ഏറ്റവും മുകളിലത്തെ ഡെക്ക് എന്ന് പറയും. ഇവിടെ നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവാം. ഈ കാണുന്ന ബസ്സിലാണ് വാർപ്പിൽ നിന്ന് നമ്മളെ ഇവിടേക്ക് കൊണ്ടിറക്കുക. ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മുടെ ലഗേജുകളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇപ്പോഴും ഇതേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. ഈ കാണുന്നതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഏരിയ. പക്ഷേ വെള്ളമില്ല, ലീക്കാണ് പോലും, അതിന് വെള്ളമില്ല. ഈ ഓറഞ്ച് നിറത്തിൽ കാണുന്നതാണ് ഇവിടുത്തെ ലൈഫ് ബോട്ട്. ഈ ക്രെയിന്, ഇതല്ലേ ക്രെയിന്? ആ, ഇങ്ങനെ വെള്ളത്തിൽ കിടും പടം. അപ്പോൾ അതിലാണ് ഇത് മറ്റേ ഇതല്ലടാ, പിന്നെ എന്തെങ്കിലും കപ്പലിന് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ഉപയോഗിക്കാനുള്ളതല്ലേ. വലിപ്പം എത്ര ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ അടിഭാഗത്തു നിന്ന് കാണാം. ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഓറഞ്ചാണ് ഇത്. അതിൻ്റെ നേരെ താഴെ വന്ന് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്ര വലുപ്പമുണ്ട്. ഇതൊന്നിൻ്റെ പ്രൊപ്പല്ലർ. ഈ കാണുന്നതാണ്. ഇറങ്ങോ? ആ, അതൊന്ന്. അതിൻ്റെ തൊട്ടിപ്പുറത്തത് മറ്റൊന്ന്. ഇതേപോലെ രണ്ടെണ്ണം മറ്റേ സൈഡിലുണ്ട്. 6:23 സമയം. ഇപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നാൽ നമുക്ക് ഡിന്നർ ഇപ്പോൾ കിട്ടുമെന്നാണ് പറഞ്ഞത്. കാണുന്നതാണ് നമ്മുടെ ബങ്ക് ക്ലാസ് കഫറ്റീരിയ. ദിസ് ഈസ് ദ കഫറ്റീരിയ. ഇതാണ് ഇവിടുത്തെ കഫറ്റീരിയ എന്നറിയാം. 6:30 ഒക്കെ ആകുമ്പോഴേക്ക് ഇവിടെ ഡിന്നർ കൊടുത്തു തുടങ്ങും. നമുക്ക് ഉപ്പുമാവാണ് ഇവർ നമ്മുടെ അടുത്ത് വന്ന് ബില്ലാക്കി പോകും. ഒരു ബിരിയാണിക്ക് 100 രൂപ. ഇവിടെ ബില്ല് ഇങ്ങോട്ട് വരും, നമ്മളങ്ങ് പോകണ്ട. കഫറ്റീരിയയിലെ ജീവനക്കാർ വന്ന് നമുക്ക് ഭക്ഷണം സെർവ് ചെയ്ത് തരും. നല്ല ബിരിയാണിയും അതിൻ്റെ കൂടെ ഇച്ചിരി അച്ചാറും ഒരു പഴവും. ഇതെന്ത് പഴമാണാവോ? റോബസ്റ്റ് എന്നാന്ന് തോന്നുന്നു. പിന്നെ അകത്തെ ബാത്റൂമുകൾ എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കുക. ഇതാണ് ഷിപ്പിലെ വാഷ്റൂം. രാത്രിയായി. ഇവിടുത്തെ വ്യൂ ഇപ്പോൾ ഇങ്ങനെയാണ്. പക്ഷേ കപ്പൽ ഇനിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് പച്ചപ്പര മാത്രം. എപ്പോഴാണാവോ അതൊന്ന് എടുത്തെന്നെങ്കിലും പറയായിരുന്നല്ലോ. ഷിപ്പ് എടുക്കണമെന്ന് കാത്ത് ഡെക്കിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.